ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുണ്ട്ര കണ്ണനല്ലൂർ റോഡിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും സംയോജിതമായ ഇടപെടൽ ഒഴിവായത് വൻ ദുരന്തം. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അന്നേരം വണ്ടി കൊണ്ട് ഇവിടെ നിർത്തിയപ്പോൾ ചെറിയ പുക വന്നുകൊണ്ടിരുന്നതാണ്. ഡ്രൈവർ ഇറങ്ങി 2 കുട്ടികളും ഉണ്ടായിരുന്നു, ആയ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഇറങ്ങി വിട്ടപ്പോഴത്തേക്ക് ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി ഓസ് എടുത്ത് വെള്ളം ഒഴിക്കാൻ നോക്കി. ഇവിടുത്തെ വെള്ളം ഒഴിച്ചിട്ട് നിൽക്കുന്നില്ല. അന്നേരം 2 പേര് അപ്പുറത്തെ പമ്പിൽ പോയി ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് അടിച്ചിട്ട് നിൽക്കുന്നില്ല. ഒരു 25 മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി കത്തി നല്ലോണം കത്തി തുടങ്ങി. ഗ്ലാസ് പൊട്ടിന് ശേഷമാണ് ഫയർഫോഴ്സ് വരുന്നത്. ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി കത്തി തീർന്നു. പിന്നെ 2 ഫയർഫോഴ്സ് കൊണ്ടുവരുന്ന 2 എണ്ണം കൊല്ലത്തുനിന്ന് തീ അണച്ചു. ഇപ്പോഴത്തേക്ക് എന്റെ കടയിൽ ഇത് മൊത്തം കത്തിപ്പോയി. കുറെ ചെടികളെല്ലാം കൂറുകൊണ്ട് പോയി. ഉപയോഗിച്ചാണ് സംഭവം ഉണ്ടാവുന്നത്. അത് ഡ്രൈവറെ ഐഡി പൂർവ്വം കൊണ്ടുവന്നാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് ഡ്രൈവർ മെയിനായിട്ട് ഡ്രൈവറെ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ ഡ്രൈവർ അതിൻ്റെതായ രീതി യുക്തിപൂർവ്വമാണ് കൊണ്ടുവന്ന് വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം ഡ്രൈവർ അത് കുട്ടികളുണ്ടായിരുന്ന കുട്ടികളെ അവിടെ ഇറക്കുകയും 2-3 കുട്ടികളുണ്ടായിരുന്നു. അവരെ അപ്പുറത്ത് പെട്രോൾ പമ്പിന് മുമ്പ് വെച്ചാൽ നിർത്തി ഇറക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. തൊട്ട് ഫ്രണ്ടിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിലും ഇതിനും ഇടയ്ക്കാണ് വണ്ടി നിർത്തി. അതിനുശേഷമാണ് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഫയർഫോഴ്സ് എത്തുന്നത്. അതിന് മുമ്പായിട്ട് ഈ നാട്ടുകാരുടെ ഇടപെടൽ മുഖാന്തരം പരമാവധി തീ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുണ്ട്ര കണ്ണനല്ലൂർ റോഡിലാണ് ഇത്തരത്തിൽ വൈകുന്നേരം ഒരു അപകടം നടന്നത്. ട്രിനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ ബസ്സാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കെ കത്തിയത്. ഡ്രൈവറിന് സംശയം തോന്നിയതിനെ തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തി. ബസ്സിലുണ്ടായിരുന്ന 2 കുട്ടികളെ പുറത്ത് ഇറക്കിയതിനു ശേഷം തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ നടന്നില്ല. തുടർന്ന് കൂടിയ നാട്ടുകാരും ഈ പെട്രോൾ പമ്പ് തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിലെ ജീവനക്കാരും അവിടുത്തെ എക്സ്റ്റൻഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിച്ചേർന്നു. ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയത്. അപ്പോഴത്തേക്കും ബസ് പൂർണ്ണമായി കത്തിനശിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് വൈകുന്നേര സമയത്ത് ഈ റൂട്ടിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് നാട്ടുകാരെ ഏറെ പരിഭ്രാന്തരാക്കി. ഒരുപാട് നാട്ടുകാരാണ് ഈ സംഭവം അറിഞ്ഞ് ഇവിടെ ഓടിക്കൂടിയത്. എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്.